എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എംആർഎസ് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലേസർ ഡിസ്പ്ലേ സിസ്റ്റം. നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസുകളിൽ ഉപയോഗിക്കുന്ന ഒരു ലേസർ മെഷീനാണ്. ഇതിനകത്തുനിന്ന് വരുന്ന ലേസർ ബീംസുകൾ പല ദിശയിലും പല രീതിയിലും ഇതിനാക്കി ഒരു DJ ടൈമിലൊക്കെ കാണുന്ന ഒരു ലേസർ മെഷീനാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 2-3 ലേസർ മെഷീനൊക്കെ ഇങ്ങനെ റെഡിയായി പോയതിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു ലേസർ മെഷീൻ വന്നിരിക്കുന്നത്. ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞൊരു കമ്പനി ഇറക്കിയിട്ടുള്ള 4 കളർ ലേസർ ബീം സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ B102RGB4 എന്ന് പറയുന്നത് 4 കളറാണ്. അപ്പോൾ ഇതിനകത്ത് റെഡ്, ഗ്രീന്, ബ്ലൂ, പിന്നെ റെഡും ബ്ലൂവും കൂടെ കലർന്നിട്ടുള്ള ഒരു റോസ് കളർ, അങ്ങനെ 4 കളറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് റിപ്പയറിങ്ങിന് വന്നത്, ഇത് ഓൺ ആകുന്നുണ്ട്, ലേസർ ബീം എല്ലാം കത്തുന്നുണ്ട്, പക്ഷേ ഇത് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഓണായി അങ്ങനെ കിടക്കും, ആ ബീം ലേസർ കത്തി അങ്ങനെ കിടക്കും. ആ ഒരു കണ്ടീഷനാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു DMX എന്നും പറഞ്ഞിട്ടൊരു മിക്സറുണ്ട്. ആ മിക്സറിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓഡിയോയ്ക്ക് അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു DJ സൈറ്റിലൊക്കെ ഓഡിയോ ഉണ്ടാവും, നല്ല സൗണ്ട്, ആ സൗണ്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റുണ്ട്. ആ ഒരു സെറ്റിങ്സിലിട്ട്, അതായത് സൗണ്ട് മോഡ് സെറ്റിങ്സിലിട്ട് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യുന്നില്ല. അല്ലാണ്ട് നോർമൽ ഡിഫോൾട്ട് വർക്കിംഗ് സെറ്റിങ്സ് ഉണ്ട്, ആ സെറ്റിങ്സിലിട്ട് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യില്ല. ജസ്റ്റ് ഓണായി അങ്ങനെ തന്നെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാം എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു റിപ്പയറിങ് വീഡിയോയിൽ വളരെ സേഫ് ആയിരിക്കണം. കാര്യം ഇതിനകത്ത് ലേസർ ബീമുണ്ട്. അത് നമ്മുടെ കണ്ണിൽ ഡയറക്റ്റ് അടിക്കാൻ പാടില്ല. കണ്ണിന് ഡാമേജസ് ഉണ്ടാവും. ശരീരഭാഗത്ത് ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിന് ശേഷം ഇത് അടിച്ച് നിൽക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻസുകൾ ലേസർ ബീമിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇത് തിരിച്ചു വയ്ക്കണം. അതായത് നമ്മുടെ എതിർവശത്തായിരിക്കണം ഇതിൻ്റെ ലേസർ ബീമിൻ്റെ കാണേണ്ടത്. ഓക്കെ, നമുക്ക് പിറകു സൈഡ്. നമുക്ക് ഇതാരോ ഊരിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമുക്കിത് റിപ്പയറിങ്ങിന് വന്നപ്പോൾ ഇതിനകത്ത് സ്ക്രൂവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ ബോഡി അങ്ങ് അഴിച്ചെടുത്തു. ഇതിനകം കാണണമെന്ന് ആഗ്രഹം ഒരുപാട് പേർക്കുണ്ട്, എന്താണ് ഈ ലേസർ ബീമിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ലേസർ ബീമിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പർ മോട്ടോഴ്സാണ് കൂടുതലും വരുന്നത്. സ്റ്റെപ്പർ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഇതിന് റിഫ്ലക്ഷൻ, നമ്മൾ കാണുന്ന പല ആംഗിളുകളും ഉണ്ടാക്കുന്നത് ഈ സ്റ്റെപ്പർ മോട്ടോഴ്സും അതിലുള്ള ഈ ഗ്ലാസ്സുമാണ്. ഈ പ്രിസത്തിൽ ഈ ലൈറ്റ് ലേസർ ബീം വന്ന് അടിച്ചിട്ട് ഇതിങ്ങനെ ആകുന്തോറും ആ ഒരു ലേസർ ബീമിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറി കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് നമുക്കിവിടെ ലേസർ ബീം, ഇതൊരു യൂണിറ്റ് ഇവിടെ ഉണ്ട്. ഇതൊരു ബ്ലൂ കളറാണ്. ഇവിടെ ഈ ഇരിക്കുന്ന ഒരു ലേസർ ഗണ്ണാണ്. ഈ ഒരു ലേസർ ഗണ്ണ് റെഡാണ്. പിന്നെ ഗ്രീനാണ് ഈ കറുത്തിട്ട് ഇരിക്കുന്നത്. ഇത് ഗ്രീൻ ലേസർ. ഇവിടെ ഇനി ഒരു റെഡ് ഉണ്ട്. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്നത് നേരെ ഇവിടെ വന്നിട്ട് ഈ ഒരു ലെൻസ് വഴി നേരെ ഇവിടെ വരും. എന്നിട്ട് ഇത് ഈ ഒരു സെക്ഷൻ ബ്ലൂ കളറിൽ വരും. പിന്നെ വരുന്നത് ഇവിടെ നിന്ന് നേരെ വന്ന് ഈ ഒരു പ്രസത്തിൽ വരും. ഇവിടെ നിന്ന് ഈ റെഡും കൂടെ മിക്സ് ആക്കിയിട്ട്, ഈ 2 കളറും കൂടെ മിക്സ് ആക്കിയിട്ട് ഇവിടെ നിന്ന് റോസ് കളർ പോകും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സിസ്റ്റം കൺട്രോൾ മൊത്തം ഇതിനകത്താണ്. സ്റ്റെപ്പർ മോട്ടോർ, ഡ്രൈവർ ബോർഡും പിന്നെ ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ഗണ്ണുകളും ലേസർ ഗണ്ണുകളും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം ലേസറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഡയോഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ബോർഡുകളാണ്. ഇത് ബ്ലൂവിൻ്റെ ലേസർ, ഈ ഡയോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ ബോർഡാണ് ഈ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ പവർ സപ്ലൈ. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്കിത് ഒന്ന് പവർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബാക്കിൽ ഈ ഒരു പ്ലഗിൻ്റെ അവിടെ തന്നെ, പവർ കൊടുക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 4 കളർ. ആ കളർ ഒന്ന് അറേഞ്ച് ചെയ്യാം. റോസ്, ബ്ലൂ, ഗ്രീൻ, റെഡ്. അപ്പോൾ നമുക്ക് ആ 4 കളർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിൽക്കും, വേറെ വർക്കിംഗ് ഒന്നുമില്ല. ഇങ്ങനെ ഓടി കറങ്ങിയൊന്നും ഇത് കാണിക്കുന്നില്ല.
ഇത് പല മോഡലിൽ ഇങ്ങനെ കത്തേണ്ടതാണ്, പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ സെറ്റിങ്സ് ഉണ്ട്. ഇതാണ് DMS അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെറ്റിങ്സ് അനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇവരെ സർവീസ് യൂസർ മാനുവൽ ഇതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യൂസർ മാനുവലിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10ാമത്തത് ഓൺ ആയിരിക്കുമ്പോൾ ഇവിടെ ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്വിച്ച് ഡിപ്പ് സ്വിച്ച് എന്ന് പറയുന്നത്, ഈ ഡിപ്പ് സ്വിച്ച് 10ാമത്തെ സ്വിച്ച് മുകളിലായിരിക്കുന്ന സമയത്ത് ഈ DMS സിസ്റ്റവുമായിട്ട് ഉള്ള കണക്ഷൻ കട്ട് ചെയ്യും. അതായത് DMS മിക്സറുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാറും. അതായത് ഇതാണ് നമ്മുടെ DMS ഇന്നും ഔട്ടും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വയം കൺട്രോളിലോട്ട് പിന്നെ വരുന്നത് സെറ്റിങ്സ് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ പിന്നെ ഓഫ് മോഡിൽ ഇതിൻ്റെ ഈ മൈക്ക്, അതായത് നമ്മുടെ സൗണ്ട് മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ സ്വിച്ച് ഓഫായിരിക്കുന്ന സമയത്ത്, ഒന്നാമത്തെ സ്വിച്ച് ഓഫായിരിക്കുന്ന സമയത്ത് ഇത് സൗണ്ട് മോഡിലായിരിക്കും. ഒന്നാമത്തെ സ്വിച്ച് ഓൺ മോഡിലായിരിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്, ഡിഫോൾട്ട് സെറ്റിങ്സ്. അപ്പോൾ അത് ഇതിനകത്ത് സെറ്റിങ്സാണ്. ആ സെറ്റിങ്സ് അനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയും കളിക്കുകയും ഓടുകയും ചാടുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ ടച്ച് ചെയ്താൽ പോലും ഒരു അനക്കവും ഇല്ല. കാര്യം ഇപ്പോൾ ഇത് സൗണ്ട് മോഡിലാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ സൗണ്ട് മോഡിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഡിപ്പ് സ്വിച്ച് ഞാൻ മുകളിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ഇത് നോർമൽ ഡിഫോൾട്ടായിട്ടുള്ള ആ സെറ്റിങ്സിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല, ജസ്റ്റ് ഇത് ഓണായി നിൽക്കും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സർവീസിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തി ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു വർക്കിങ്ങിലോട്ട് പോവാം. ഇതിൽ വരുന്ന ഈ ഒരു മെയിൻ ബോർഡാണ് നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ മെയിൻ ബോർഡിൽ എന്താണ് ഫോൾട്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനു മുന്നേ നമുക്ക് ഈ സ്വിച്ചുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. കാര്യം ഈ സ്വിച്ചിൽ ഡാമേജസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ സെറ്റിങ്സ്, ഈ ഒരു സ്വിച്ചിൻ്റെ കറക്റ്റ് സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബോർഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സ്വിച്ചാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു വർക്കിംഗ് ഇല്ലാത്ത കണ്ടീഷനിൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്വിച്ചിൻ്റെ ഒരു കോൺഫിഗറേഷൻ രീതി എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ ഒരു വശം ഗ്രൗണ്ടും ഒരു വശം എന്ന് പറയുന്നത് പുള്ളപ്പ് ചെയ്തിട്ടുള്ള 5 വോൾട്ട് പുള്ളപ്പ് ചെയ്തിട്ടുള്ള MC എന്നുള്ള കണക്ഷനുമാണ്, അഡ്രസ് ലൈൻസാണ് വരുന്നത്. നമ്മൾ ഈ ഒരു പുള്ളപ്പ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്, ആ നെറ്റ്വർക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. കാര്യം ഇവിടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബോർഡിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഒരു ലൈന് മൊത്തവും നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു അഡ്രസ് ബോക്സ് ഒന്ന് ഊരിയെടുക്കണം. വേണ്ട, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അഡ്രസ് ബോക്സിൻ്റെ ലൈൻ കണക്ഷൻ ഉണ്ട്. ഈ ഒരു ഇത്രയും സ്ട്രിപ്പ് കേബിൾ വരുന്ന, ഈ കേബിളിൽ വരുന്ന ആ ഒരു പുള്ളപ്പ് വോൾട്ടേജുകൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു 10 സ്വിച്ചിലും, ഈ 10 സ്വിച്ചിൽ 10ാമത്തെ സ്വിച്ചാണ് നമ്മളിപ്പോൾ ഓൺ മോഡിൽ വെച്ചിരിക്കുന്നത്, അതായത് ഗ്രൗണ്ട് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാത്തിലും നമുക്ക് ആ ഒരു 4.5 വോൾട്ട് വരുന്നുണ്ടോ, 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 10ാമത്തെ പിന്നാണ്. 10ാമത്തെ പിന്നെ ഓഫ് ചെയ്തപ്പോൾ അവിടെ 4.8 വോൾട്ടേജ് വന്നു. അത് ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ 0 വോൾട്ടേജും വന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു അഡ്രസ്സ് സെറ്റിങ്സ് പോകുന്നത്. അപ്പോൾ ഈ ഒരു 1 മുതൽ 9 വരെ ഉള്ളതിലും നമുക്ക് 4.8 വോൾട്ടേജ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒന്നാമത്തെ സ്വിച്ച് അതിൽ കറക്റ്റായിട്ട് 4.8 വരുന്നുണ്ട്. രണ്ടാമത്തെ സ്വിച്ചിൽ ഓക്കെയാണ്. മൂന്നാമത്തെ സ്വിച്ച് ഓക്കെ. 4, 5, 6, 7, 8, 9. 9ൽ വോൾട്ടേജ് ഇല്ല. 9 പറയുന്നത് 0.180 ആണ് കാണിക്കുന്നത്. 10ാമത്തേത് നമ്മൾ
ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒമ്പതാമത്തെ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഈ 9ാമത്തെ സ്വിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം. ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ 0.180 എന്നുള്ളത് മാറുന്നുണ്ട്. നമ്മൾ ഇവിടെ ഈ 9ാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അവിടെ 0 വോൾട്ടേജ് വരുന്നുണ്ട്. ഓഫ് ചെയ്യുമ്പോൾ 180. കാര്യം ഇവിടെ 180 അല്ല, നമുക്ക് 4.8 വരണം. അപ്പോൾ ആ ഒരു ലൈനാണ് ഇവിടെ കംപ്ലൈൻറ്റ് ഷോർട്ടിംഗ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്വിച്ച് കറക്റ്റായാൽ മാത്രമേ അവിടെ ആ 4.9 വോൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നം മാറുള്ളൂ. അപ്പോൾ നമുക്ക് സ്വിച്ച് ബോർഡിൽ ഈ ഒരു ഡിപ്പ് സ്വിച്ചിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നമുക്ക് ആ ബോർഡാണ് പ്രശ്നം. ഓക്കെ, ഞാൻ ഈ ഡിപ്പ് സ്വിച്ചിൻ്റെ കണക്ഷനെല്ലാം ഊരിയാണ്. അപ്പോൾ അത് ഊരിയപ്പോൾ ബാക്കിയെല്ലാം ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് ആ 9ാമത്തെ പിന്നിലുള്ള വരുന്ന വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ കപ്പാസിറ്ററിൽ നിന്ന് ഗ്രൗണ്ട് എടുത്തിട്ട് 1 2 3 4 5 6 7 8 9 9ാമത്തെ പിന്നിൽ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ഓക്കെ, നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് എന്തുകൊണ്ടിട്ടാണ് അവിടെ ആ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെ വരുന്ന ഈ ഒരു കറുത്തിരിക്കുന്ന സാധനം കണ്ടല്ലോ, ഇതാണ് നെറ്റ്വർക്ക് രജിസ്റ്റർ. ഇതിൻ്റെ ഒരു അറ്റം കോമൺ ആയിരിക്കും, ഒരു പിന്ന് കോമണും ബാക്കിയെല്ലാം ഇതിൽ ഈ ഒരു 10 പിന്നുകളായിട്ടായിരിക്കും കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ആ ഓരോന്നും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ഓംസ് മോഡിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കറക്റ്റാണോ. അപ്പോൾ അതിൻ്റെ കോമണിൽ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 10K ആണ് വരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് രജിസ്റ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെയാണ്. ഈ 9ാമത്തെ ട്രാക്ക് 1 2 3 4 5 6 7 8 9 ഈ 9ാമത്തെ ട്രാക്ക്, ഈ ട്രാക്ക് വരുന്ന ഈ ഒരു ട്രാക്ക് ഇവിടെ നിന്ന് നേരെ ഈ ഒരു മൈക്രോ പ്രോസസ്സറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഈ ലൈന് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കും. ഇവിടെ ഞാൻ ഈ ലൈന് കട്ട് ചെയ്തിട്ട് ഇനി ഓൺ ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് 5 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. കാര്യം ഈ നെറ്റ്വർക്ക് രജിസ്റ്റർ കംപ്ലൈൻ്റ് ആണോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രാക്ക് കട്ട് ചെയ്തത്. ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്ക് രജിസ്റ്റർ ഓക്കെയാണ്, നമ്മുടെ പ്രോസസ്സർ സൈഡാണ് കംപ്ലൈൻറ്റ്. കാര്യം ഇതിൽ ഈ ഒരു വേറെ കപ്പാസിറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ ആ ഡിപ്പ് സ്വിച്ചിൽ നിന്ന് നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഈ നെറ്റ്വർക്ക് രജിസ്റ്ററിൽ പുള്ളപ്പ് ചെയ്തിട്ട് നേരെ നമ്മുടെ പ്രോസസ്സറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുകയാണ്. ശരി, നമുക്കിനി ഇത് ആ ഒരു സൈഡിൽ എത്ര വോൾട്ടേജ് ആ നെറ്റ്വർക്ക് രജിസ്റ്ററിൽ കറക്റ്റ് വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് ഓൺ ചെയ്ത് ഇപ്പോഴും ഒരനക്കമില്ല. ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇത് ഓടണം. നമ്മളതിൻ്റെ പുറത്തിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക്, അതായത് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചലിക്കേണ്ടതാണ്, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ബ്ലാക്ക് പ്രോബ് നിങ്ങളൊരു ഗ്രൗണ്ടിൽ കൊടുക്കുകയാണ്. ഇനി ഇവിടുത്തെ 9ാമത്തെ പിന്ന് 1 2 3 4 5 6 7 8 9 9ാമത്തെ പിന്നിൽ നമുക്കിവിടെ 4.8 വരുന്നുണ്ട്. ബാക്കി എല്ലാ പിന്നും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 1ാമത്തെ പിന്നിൽ വരുന്നുണ്ട്. 1ാമത്തെ പിന്നെന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ്, പുള്ളപ്പ് ചെയ്യാനുള്ള 5 വോൾട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതിൽ 4.8. ഇത് വോൾട്ടേജ് വരാത്തത് നമ്മുടെ ഡിപ്പ് സ്വിച്ച് 10ാമത്തെ ഡിപ്പ് സ്വിച്ചാണ്. ആ ഡിപ്പ് സ്വിച്ച് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടിട്ടാണ് ഇവിടെ വോൾട്ടേജ് വരാത്തത്. ബാക്കി 9 എണ്ണത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാക്കിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ ആയിട്ട് നമുക്ക് 4.8 വോൾട്ടേജ് വരുന്നുണ്ട്. അടുത്ത സൈഡ് മൈനസ് വോൾട്ടിലാണ്, വോൾട്ടേജ് 0.009. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 5 വോൾട്ട് കൊടുക്കണം. കാര്യം ഈ ഡിപ്പ് സ്വിച്ച് ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇതെപ്പോഴും പുള്ളപ്പായിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്കിത് പുള്ളപ്പല്ല, ഇവിടെ വോൾട്ടേജ് പുള്ളപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് 10Kയുടെ നെറ്റ്വർക്ക് രജിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുള്ളപ്പ് ചെയ്യുമ്പോഴത്തേക്കും 10K കൊടുത്തു കഴിഞ്ഞാലും സെയിം ഇതായിരിക്കും, ആ പ്രോസസ്സറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ ഒരു 1Kയുടെ റെസിസ്റ്റൻസ് പുള്ളപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇത് ഓഫ് ചെയ്യുക. ഒരു 1K എടുത്തിട്ട് രജിസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ബ്രൗണ്, ബ്ലാക്ക്, റെഡ്. അപ്പോൾ
അപ്പോൾ ഇത് 1K. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ലെഗ് ഡയറക്റ്റ് ഈ ഒരു പ്രിൻറ്റിൽ കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റ് പൊട്ടിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് പ്രിൻറ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഞാനൊരു ചെറിയ കനം കുറഞ്ഞ ഒരു ജമ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് ആ പ്രിൻറ്റിൽ സോൾഡർ ചെയ്യുന്നത്. ഇല്ലാതെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രിൻറ്റ് അവിടെ നിന്ന് ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രിൻറ്റ് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത പ്രിൻറ്റ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജമ്പർ വയർ ഉപയോഗിച്ച് ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ആ ഒരു പ്രശ്നം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്, ആ വോൾട്ടേജ് അവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോഴും ഓണായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് തട്ടയാണ്. ഓക്കെ, ഇപ്പോഴും യാതൊരുവിധ മാറ്റവും ഇല്ല. ഞാൻ വോൾട്ടേജ് അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഈ റെസിസ്റ്റൻസ് മാറേണ്ടി വരും. 4.8 1.2 വന്നിട്ടുള്ളൂ. ഇവിടെ 5 വോൾട്ട് വരണം. അപ്പം നല്ല രീതിയിലുള്ള ആ ഒരു ഡാമേജ് ആ ഒരു പ്രോസസ്സറിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ 1K കൊടുത്തിട്ടും വലിയ രീതിയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് മാറുന്നില്ല. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇവിടെ 100 ohms റെസിസ്റ്റൻസ് ഇട്ടിട്ട് പുള്ളപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയർ ഇവിടെ പ്രിൻറ്റിൽ കണക്ഷൻ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് ICയുടെ ആ പിന്നിൽ തന്നെയാണ്, ആ ഒരു മൈക്രോ കൺട്രോളർ ICയുടെ പിന്നിൽ തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ 1K റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരുന്നത്. അത് മാറ്റിയിട്ട് ഇവിടെ 100 ohms റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വോൾട്ടേജ് കറക്റ്റായിട്ട് പുള്ളപ്പായിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ ആ ഒരു അപ്പോൾ ആ ICയിൽ ഇൻറ്റേർണലി അത് വളരെ നല്ല രീതിയിൽ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വോൾട്ടേജിന്. അപ്പോൾ ICക്കകത്ത് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഓണാക്കിയാണ്. ഇപ്പോൾ കണ്ടോ, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ തട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഹലോ, ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഇത് വർക്ക് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഈ ഡിപ്പ് സ്വിച്ചിൽ ഈ ഒന്നാമത്തെ പിന്ന് 10ാമത്തെ പിന്ന് ആക്റ്റീവും 1ാമത്തെ പിന്ന് ലോയിലും കിടന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു നമ്മുടെ സൗണ്ട് മോഡിലോട്ട് വരും. അപ്പോൾ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ പല രീതിക്ക് ഇതിങ്ങനെ മാറി കത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പിന്ന് പുള്ളപ്പ് ചെയ്യണം. പുള്ളപ്പ് നിന്ന് ഈ ഒരു പിന്ന് ഞാനിപ്പോൾ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോ മോഡിലോട്ട് വരും. അവിടെ നിന്ന് ഇത് ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഞാനിത് ഓട്ടിച്ച് ഇതിനകത്തുള്ള ആ പ്രോസസ്സർ ഹീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമേ ഇത് ഒന്ന് അടച്ചു വയ്ക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള റിപ്പയറിംഗ് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.